മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂണിൽ നടക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ വളരെയധികം കഴിവും വിവരവും അറിവും എല്ലാം ഉള്ളവരും അവരെല്ലാവരുടെയും ഗുരുക്കളാണ്. ഗുരുവാണ്. എല്ലാ മനുഷ്യന്മാരുടെയും ഗുരുവാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അത് മറ്റുള്ളവരോട് പറയാനൊരു പ്രത്യേക കലയും കഴിവുമുണ്ട് അവർക്ക്. അതുപോലെ തന്നെ അവർ പറയുന്ന എല്ലാം മറ്റുള്ളവർ കേട്ടോളണം. അവരാരും പറയുന്ന സാധാരണ കേൾക്കാൻ കൂട്ടാക്കാറുമില്ല. കേൾക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞൊക്കെ കേട്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ എന്ത് രീതിയിലുള്ള സഹായവും ചെയ്യും. അങ്ങനെയല്ല കേട്ടോ. പൊതുവെ മറ്റുള്ള മനുഷ്യരെ സഹായിക്കാനൊക്കെ വളരെയധികം താല്പര്യമുള്ളവരും വഴക്കായി പോയി കഴിഞ്ഞാൽ വലിയ ശത്രുത്വമൊക്കെ കാണിക്കുന്ന ആൾക്കാരൊക്കെയാണ് മൂല നക്ഷത്രക്കാർ. അപ്പോൾ മൂല നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വ്യാഴമാറ്റം എങ്ങനെയാണ് ഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 കാലഘട്ടങ്ങളിൽ അവർക്ക് 7-ൽ വ്യാഴം സഞ്ചരിക്കുകയായിരുന്നു. മിഥുനൻ രാശിയിൽ വ്യാഴത്തിൻ്റെ ശത്രുക്ഷേത്രമാണ് മിഥുനൻ രാശി എങ്കിൽ പോലും 7ാമിടത്ത് വ്യാഴം സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വശത്ത് കണ്ടകശനിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾക്കെല്ലാം ഒരു നടത്തിപ്പും സഫലതയും സന്തോഷവും നല്ല കുടുംബജീവിതവും അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് വ്യാഴമാറ്റത്തോടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ 7ാം ഭാവത്തു നിന്ന് വ്യാഴം അഷ്ടമത്തിലേക്ക് വന്നിരിക്കുന്നു. 8ാം ഭാവത്തേക്ക് വന്നു എന്നുള്ളതാണ്. 2026 ജൂൺ 2-ാം തീയതി കർക്കിടകം രാശിയിലേക്ക് വരുന്ന വ്യാഴം 2026 10ാം മാസത്തോടെ അതിചാരം എന്നുള്ളൊരു പ്രഹേളിക, മുമ്പ് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഗ്രഹം ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ചിങ്ങൻ രാശിയിലേക്ക് മാറുകയും അതിനുശേഷം 2027 ജനുവരി അവസാനത്തോടെ വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ വരികയും 2027 ജൂൺ 26-ാം തീയതിയോടുകൂടി ചിങ്ങ രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ തവണത്തെ വ്യാഴത്തിൻ്റെ ഗോചരയാത്രകൾ. അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴം കർക്കിടകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന വെച്ചാൽ അഷ്ടമത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ സർവപ്രഭാവത്തിനും മങ്ങൽ, അതേമാതിരി വിപത്ത്, സർവപ്രഭാവത്തിനും മങ്ങൽ, വിപത്ത്, അപവാദം, വിഫലം, അങ്ങനത്തുള്ള ഫലങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, വളരെ മാന്യവും മര്യാദയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനൊക്കെ സമൂഹത്തിലൊക്കെ ഈ നക്ഷത്രക്കാർ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല. ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ശേഷി കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലും പൊതുപ്രവർത്തനവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ ചൂടുള്ള ഹൃദയത്തോട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മൂലം നക്ഷത്ര യാതൊരു. അപ്പോൾ അവരുടെ അങ്ങനത്തുള്ള പ്രഭാവങ്ങൾക്കൊക്കെ ഒരു മങ്ങൽ വരും. അതേമാതിരി അപവാദത്തിനിട വരും. അഷ്ടമത്തിൽ വ്യാഴം നിന്ന് അപവാദത്തിനിട വരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ അവർ ആത്മാർത്ഥപരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും അതിൻ്റെ പേരിൽ അതായിട്ട് അതിന് വിധേയമാവുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അവരെന്തെങ്കിലും കടുങ്കയും ചെയ്യുമോ, ആത്മഹത്യക്ക് ഒരുങ്ങുമോ, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും തകർച്ച വന്നതായിട്ടൊക്കെ തോന്നിച്ചു. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥന് വന്നു. അധ്യാപകർ കുട്ടികളെ നല്ല മനസ്സോടുകൂടി അതിനെ ശിക്ഷിക്കാനൊക്കെ തയ്യാറായി കഴിയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു അപാകത വരുന്നു, അതിൻ്റെയൊക്കെ ചീത്തപ്പേര് കേൾക്കുന്നു. അങ്ങനെ ഓരോ സ്ഥാനത്തും മഹനീയ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് മൂല നക്ഷത്രക്കാർ, ഈ ഒരു കാലത്ത് വളരെ സൂക്ഷിച്ചും കണ്ടും വേണം പ്രവർത്തിക്കാൻ. വളരെയധികം ആലോചിച്ചതിന് ശേഷം അതിൻ്റെ വരായ്മകളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഇങ്ങനത്തുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനെന്നുള്ളതാണ് അപവാദം എന്നുള്ള കണ്ടീഷനോട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊക്കെ നല്ല ഉദ്ദേശത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അപവാദങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യത, വിപത്ത്, അതുപോലെ
വിഫലം. ഉദ്യോഗാർത്ഥിയായിട്ട് ഒരാൾക്ക് ഒത്തിരി നാളെത്തി കഴിയുമ്പോൾ ജോലി ഇല്ലാതെയൊക്കെ ഇരുന്ന ഒരാൾക്ക് ഒരു ജോലി കിട്ടാനിടയാവുന്നു. ആ ജോലി കിട്ടിയത് കൊണ്ട് ഇദ്ദേഹം വിചാരിച്ച മാതിരി ഒന്നും സംഭവിക്കാതിരിക്കുന്നു. നല്ല രീതിയിലുള്ള സാലറി കിട്ടുകയോ അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. പുറമേ നിന്ന് നോക്കുന്ന സമയത്തൊക്കെ ജോലിയൊക്കെ കിട്ടി. പെട്ടെന്നൊരു കല്യാണം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരൊക്കെ പറഞ്ഞു പോയി കണ്ടു. വളരെ സൂക്ഷിച്ച് നോക്കിയും കണ്ടിരുന്നില്ലാതെ വിവാഹം പോലുള്ള ബന്ധങ്ങളിലും ചെന്ന് പെടരുത്. അതിൻ്റെയൊക്കെ ഉത്തരം വിഫലമാവും. അതുമാതിരി മരണാഭിവാഞ്ച കൂടും. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആത്മഹത്യാ പ്രവണത, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ, ദൈവാധീനത്തിലും ദൈവവിശ്വാസത്തിലും കുറവ്, വളരെ സുഗമമായിട്ട് നടന്നുകൊണ്ടിരുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്നൊരു തടസ്സം, മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വിഷമം. വ്യാഴം ധനകാരകനാണ്, സന്താനകാരകനാണ്. അപ്പോൾ വ്യാഴം ദോഷം വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്നത് ദൈവാധീനത്തിന് കുറവ് വരിക, സന്താനങ്ങളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരിക, അതുപോലെ പണത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുക. പെട്ടെന്ന് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഒറ്റ കൊല്ലം കൊണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ഒരു വ്യാഴമാറ്റം കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നാണ് നിങ്ങളെ സംശയം അല്ലെങ്കിൽ ആശങ്ക എന്നുണ്ടെങ്കിൽ ഇത് അനുഭവത്തിൽ തന്നെ അറിയേണ്ടതാണ്. പിന്നെ ഉച്ചരാശി ആയതുകൊണ്ടും വ്യാഴത്തിൻ്റെ വലിയ പ്രഭാവത്തിന് കുറവ് വരില്ല. ഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദോഷകരമായിട്ട് വരുന്നത് അതിൻ്റെ പവറിന് കുറവ് വരുമ്പോഴാണ്. ഇത് സ്വാഭാവികമായിട്ട് ഉച്ചരാശിയിലേക്കാണ്, അഷ്ടമത്തിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഉച്ചരാശിയിലേക്കൊക്കെയാണ് പോണത് എന്നുള്ളത് കൊണ്ട് ഞാനീ പറഞ്ഞ മാതിരിയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വരാം. എങ്കിൽ പോലും ശരിക്കും മനസ്സിന് വളരെ വിഷമം ഉണ്ടാകുന്നതായിട്ട് ചില സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 10ാം മാസത്തോടുകൂടി വ്യാഴം ചിങ്ങം രാശിയിലേക്ക് അതിചാരത്തിൽ പോകുമ്പോൾ മുമ്പോട്ടുള്ള യാത്ര ഇച്ചിരി സ്പീഡ് കൂട്ടി പോകണമെന്നാണ് അതിചാരം എന്ന് പറയുന്നത്. അങ്ങനെ അതിചാരത്തിൽ പോകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു മാറ്റം വരികയും അഷ്ടമത്തിൽ നിന്നപ്പോൾ കിട്ടിയതായിട്ടുള്ള പല 8ൻ്റെ പണി എന്നാണ് അഷ്ടമം എന്നുള്ള വാക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ ഈ 8ൻ്റെ പണി കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു സാവകാശമൊക്കെ കിട്ടും. ബാങ്കുകാർ ജപ്തിക്ക് വന്നായിരുന്നു അഷ്ടമത്തിൽ ഇരിക്കുന്ന സമയത്തെന്നുണ്ടെങ്കിൽ ഈ 9ലേക്ക് വരുന്ന സമയത്ത് അതിനൊക്കെ ഒരു പരിഹാരം, അല്ലെങ്കിൽ പിടിച്ചു വയ്ക്കാനുള്ള ഒരു രീതി. അതുമാതിരി സർക്കാർ നിയമപരമായിട്ടുള്ള കേസുകൾ അങ്ങനത്തെ സംഗതികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കണ്ടീഷൻ, കൊടുത്ത പൈസ കിട്ടാതെയൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഒരു ശാന്തി, അതുപോലെ ചെറിയ ചില ഭാഗ്യാനുഭവങ്ങൾ, വലിയൊരു നിവൃത്തി, എല്ലാ കാര്യങ്ങൾക്കും ഒരു നിവൃത്തി, ഒരു സമാധാനം, ഇതൊക്കെ കൈവരിക്കാൻ ഈ 9ലേക്ക് വരുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് സാധിക്കുകയും ചെയ്യും. അതിനുശേഷം 2027 ജൂൺ മാസത്തിൽ ചിങ്ങം രാശിയിലേക്ക് തന്നെ ശാശ്വതമായിട്ട് പോകുമ്പോൾ ഈ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ചുകൊണ്ട് വ്യാഴം 9ാം ഭാവത്തേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും. ചിങ്ങം രാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യാഴത്തിൻ്റെ മിത്ര രാശി ആയതുകൊണ്ട് വലിയ ബലക്കുറവ്, കാര്യമായിട്ടുള്ള ബലക്കുറവൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ 8ൽ ഉണ്ടായ നഷ്ടങ്ങളെല്ലാം നമുക്ക് തീർന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒക്കെ സംഭവിക്കുന്നതിന് പരിഹാരമൊന്നും ഇല്ലേ? തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും, ഏത് കാര്യത്തിനും ഒരു പരിഹാരമുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കാര്യത്തിന് ഒരു പരിഹാരമുണ്ട്. ഈ കാര്യത്തിനുള്ള യഥാർത്ഥ പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തോട് വളരെ ചേർന്ന് നിൽക്കുക. നിങ്ങളെ ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും ഏതൊരു വിശ്വാസത്തെ പിന്തുടരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ തുടർന്ന് പോരുന്നതായിട്ടുള്ള ദൈവിക ആരാധനയിലും വിശ്വാസത്തിലും ഒക്കെ വളരെ പ്രതീക്ഷയോടും വിശ്വാസത്തോടും വളരെ ആത്മാർത്ഥതയോടും കൂടി നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവാനുഗ്രഹത്തെ എന്തോരം ഉണ്ടാക്കി വെക്കുന്നോ. വ്യാഴം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ദൈവത്തിനെ സംബന്ധിച്ചുള്ള അനുഭൂതിയാണ്. ദൈവികമായിട്ട് നമ്മുടെ ജന്മജന്മാന്തരമായിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഫലം, നല്ല ഫലങ്ങൾ, ദൈവികമായിട്ടുള്ള ആ ഫലങ്ങളെ തരുന്നതായിട്ടുള്ളൊരു ഗ്രഹമാണ് വ്യാഴം. ദൈവത്തിൻ്റെ ദൂതനാണ് വ്യാഴം. സ്വർഗത്തിൽ നിന്ന് തുറന്നേക്കണം ജനലാണ് വ്യാഴം, വാതിലാണ് വ്യാഴം, സാക്ഷാൽ മഹാവിഷ്ണുവാണ് വ്യാഴം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ദൈവികമായിട്ടുള്ള മാനമാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഫലസിദ്ധി കുറഞ്ഞു, അല്ലെങ്കിൽ അത് വിപരീതമായും തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഹൈന്ദവപരമായിട്ട് ചിന്തിക്കുമ്പോൾ ജ്യോതിഷാചാര്യന്മാർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
വ്യാഴം സർവേശ്വരകാരകനൊക്കെ തന്നെയാണ്. എല്ലാ ദൈവങ്ങളും വ്യാഴത്തിൻ്റെ പ്രതിപുരുഷന്മാർ തന്നെയാണ്, അതിദേവന്മാരാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ ഫലസിദ്ധി കിട്ടാനായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വിഷ്ണു സഹസ്രനാമം പോലുള്ള നാമജപങ്ങളൊക്കെ നടത്തുന്നത്, അതേമാതിരി നാരായണീയം, അതുപോലെ ഭഗവത്ഗീത, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനും ജപിക്കാനൊക്കെ ഇടയായിട്ട് വരുന്നത്. അതേമാതിരി നാരായണ മന്ത്രജപം, നാരായണ 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 എന്നുള്ള ജപം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. ആദ്യം അത് ഇച്ചിരി ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജപിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ബോറാവും. പിന്നെ അതൊരു ഉത്തരവാദിത്തമാവും. പിന്നെ നാക്കിന് മധുരിക്കുന്നവരുടെ നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവും മധുരിച്ചു തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വരും. അത്രമേൽ നിങ്ങൾക്ക് ആധ്യാത്മികമായ ആനന്ദം തരുന്ന ഒരു മന്ത്രമാണ് നാരായണ എന്നുള്ള മന്ത്രം. അപ്പോൾ ഈ നാരായണ മന്ത്രജപം തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴത്തിൽ നിന്നുള്ള സർവ്വദോഷങ്ങൾക്കും പരിഹാരമാവും. വിഷ്ണു ഭജനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചുരുക്കത്തിലുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള വൈഷ്ണവാലയങ്ങൾ, വിഷ്ണു ക്ഷേത്രങ്ങൾ, കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, നരസിംഹമൂർത്തി ആയിക്കോട്ടെ, അങ്ങനെയുള്ള മൂർത്തികളുള്ള നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസം പോവുക. ഏറ്റവും കുറഞ്ഞ ഒരു നെയ്വിളക്കെങ്കിലും വച്ച്, അത് ചില സ്ഥലങ്ങളിലൊക്കെ സ്വന്തം കൈ കൊണ്ട് തന്നെ കത്തിച്ച് വയ്ക്കാം, മണ്ഡപത്തിലൊക്കെ. അതാണ് കൂടുതൽ നല്ലതായിരിക്കും. നാരായണാന്ന് ജപിച്ചുകൊണ്ട് ഈ നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക. സമയവും സാഹചര്യവും സാവകാശമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വഴിപാട് പൂർണ്ണമായിട്ട് പറയാം. എന്ന് വെച്ചാൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം അങ്ങനെ നടത്തുക. ഇത് 3 പ്രാവശ്യമെങ്കിലും 3 വ്യാഴാഴ്ചയെങ്കിലും നടത്തുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും. വ്യാഴത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൊതുവെ 3 പ്രാവശ്യം ചെയ്യണമെന്നാണ് തത്വം. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുക. ഈ 3 പ്രാവശ്യം കഴിഞ്ഞാൽ നിർത്തിക്കോളണമെന്നൊന്നുമില്ല. എല്ലാ വ്യാഴാഴ്ച ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ പോയി ഏറ്റവും കുറഞ്ഞൊരു നെയ്വിളക്കെങ്കിലും വെച്ച് തൊഴുക. ഗുരുവായൂരോ തിരുപ്പതിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തൊഴുവാനൊരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരോടൊപ്പോ നാട്ടുകാരോടൊപ്പോ ടൂർ പോകുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഫാമിലി ആയിട്ടോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ പോയി തൊഴണം. വളരെ നല്ലതാണ്. മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞയുടെ വകഭേദങ്ങളായിട്ടുള്ള ക്രീം പോലുള്ള കളറുള്ള വസ്ത്രങ്ങൾ വ്യാഴാഴ്ചകളിൽ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശുദ്ധമായിട്ടുള്ള ചന്ദനം, കളഭം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നെറ്റിത്ത് തുറന്നത് നല്ലതായിരിക്കും. വീട്ടിൽ തുളസിച്ചെടി നട്ടുപിടിപ്പിക്കണത്, അതിനെ പരിപാലിക്കുന്നതും അതിനെ വളരെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യണമൊക്കെ വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണ്. പൊതുവെ വിഷ്ണു സേവയാണ് വ്യാഴത്തിനായിട്ട് ഏറ്റവും നല്ലതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മൂലനക്ഷത്രക്കാർക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ അവർക്ക് കണ്ടകശനി കാലവും കൂടിയാണ്. അവർക്ക് 4ാം ഭാഗത്ത് ശനി സഞ്ചരിക്കുന്ന സമയമാണ്. വീട്ടിൽ സ്വൈര്യക്കുറവ്, ശരീരത്തിന് അസുഖങ്ങൾ, ശരീരത്തിനും മനസ്സിനും ഒക്കെ സ്വസ്ഥതക്കുറവ്, മാതാവിന് രോഗങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളും കണ്ടശനിയെ കൊണ്ടുണ്ട്. അപ്പോൾ ഈ വ്യാഴത്തിന് പരിഹാരം ചെയ്യുന്നതോടൊപ്പം തന്നെ ശനിക്കും പരിഹാരം ചെയ്യണം. ശനിയാഴ്ചകളിൽ പരമശിവനെ തൊഴുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ ഈ ശനിദോഷത്തിൻ്റെ പരിഹാരത്തിന് വളരെ നല്ലതാണ്. ശാസ്താവിനെ തൊഴുത് എള്ളുതിരി എത്തിക്കുന്നതും ഹനുമാൻ സ്വാമി തൊഴുന്നതും അങ്ങനെ ഓരോരുത്തരുടെ ഹിതത്തിനനുസരിച്ച് ഏത് രീതി കൂടിയാണെന്നുണ്ടെങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ വിഷ്ണുവിനെ, ശിവനെ ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ അല്പം കഷ്ടകാലമൊക്കെ ഉള്ള സമയമായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ജ്യോതിഷനെ കൊണ്ട് ജാതകമൊക്കെ പരിശോധിപ്പിക്കുന്നതും അതിന് പ്രതി പരിഹാരങ്ങൾ ഇപ്പോൾ ഏത് ദശയാണ് കാലം എന്നൊക്കെ മനസ്സിലാക്കി പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും കൂടി ചെയ്താൽ ഈ പറഞ്ഞ വ്യാഴദോഷങ്ങളിൽ നിന്നെല്ലാം, വ്യാഴദോഷത്തിൽ നിന്നും ബാക്കിയുള്ള രീതിയിലുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട് ഈ വർഷം വളരെ മനോഹരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാ മൂല നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു.